اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا صلى الله عليه وسلم. ബഹുമാനികളെ, ഇന്ന് 27-ാം ദിവസമായതുകൊണ്ട് പ്രയാസങ്ങൾ ഓതിട്ട് പ്രാരംഭിക്കാം. ഒരു 10-15 മിനിറ്റ് സംസാരിക്കുന്ന വിഷയം ഒരു മനുഷ്യൻ, ഒരു ഉമ്മ പ്രസവിച്ചാലും എത്ര കാലം ഇവിടെ ജീവിച്ചാലും ഒരു ദിവസം അവനെ മയ്യത്ത് കെട്ടിച്ചു കൊണ്ടുപോകും. അതിലാർക്കും സംശയിക്കേണ്ട. ഉപ്പാക്ക് ഒരാൾ റെഡി കൊടുത്താൽ അവന് ഇതിന് 2 പാർട്ടിയുണ്ടാവും. നന്നായി ഉപ്പാന്റെ ബുദ്ധി നേരമുള്ള എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ ഉമ്മ പ്രസവിച്ചാൽ മരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ അത് എല്ലാം കൊല്ലുന്ന അലൈഹാഫാണ്. ഇതിലുള്ള മുഴുവൻ സാധനം മരിച്ചു പോകും. അള്ളാഹുവിനുള്ള ഇരുത്താത്തല്ല. അള്ളാഹു അവന് ഹയ്യാണ്, മരിക്കാനില്ല. അവന് ആദ്യവുമില്ല, അവസാനം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റുള്ളായ സാധനങ്ങൾ നശിക്കുമ്പോൾ ഈ ഭൂമിക്കും അവസാനം ഉണ്ടാവും. അതിനെപ്പറ്റിയാണ് നിങ്ങളോട് ഞാൻ കുറച്ച് സംസാരിക്കുന്നത്. ഒരവസരം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരാൾ നല്ല ഡ്രസ് എന്തെങ്കിലും വരുമ്പോൾ കാർഡോ മണ്ണോ ഒന്നായിട്ട് നല്ല ക്ലീനുള്ള ആൾ വന്ന് റസൂലുള്ളാഹിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദിച്ചതിനൊക്കെ ഒരു ചോദ്യം ഖിയാമത്താണ് എപ്പോഴും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ വലിയ ആലിമല്ലേ. അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞു, ചോദിച്ചാൽ നിന്നത്തിന് എനിക്ക് വിവരമില്ല. എനിക്ക് അറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ചോദിച്ച് നിന്നത്തിന് എനിക്ക് വിവരമില്ല എന്ന് പറയുമ്പോൾ പോയി വന്നാണ് ചോദിക്കുന്നതൊക്കെ റസൂലിനെ കണ്ട് അറിഞ്ഞാളായിട്ട് വേണം എന്നല്ല മനസ്സിലാവും. അപ്പൊ ഇയാളെ പറഞ്ഞ് അസുഖന്യാണ് അമ്മാവ. അതിന്റെ അലാമത്തുകൾ ഈ ഖിയാമത്താണ് വരുമ്പോൾ അതിന് മുമ്പ് കുറെ അലാമത്തുകളുണ്ട്. അത് എങ്ങനെ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചില അലാമത്തുകളെ കാണിച്ചു കൊടുത്തു. അതെന്ത്? അതിൽ ഒന്ന്, നാട്ടിൽ ഏറ്റവും താണിട്ടുള്ള ആൾക്കാർ, തീരെ അവർക്ക് നാട്ടിൽ ചെരുപ്പിടാത്ത ആളെന്നാണ് റസൂൽ പറഞ്ഞു. ചെരുപ്പിടാതെ നടക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആള് വലിയ മുതലാളിയായിട്ട് വരുന്ന ഒരു കാലമാണ്. വലിയ പണക്കാരനാണ്. അതുപോലെ തന്നെ ഒരു അടിമ സ്ത്രീ അവളെക്കുള്ള സയ്യിദത്തിനെ പ്രസവിക്കുന്ന ഒരു കാലമാണ്. അത് വരലേയില്ല. സയ്യിദത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ വിലക്കെടുത്ത ഞാൻ ഒരു സയ്യിദാണ്, നീ ഒരു അടിമ സ്ത്രീ, നീ എന്നെ പ്രസവിക്കുന്ന അതുണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ മുഹദ്ദിസീങ്ങൾ അതിലേക്ക് കൊടുത്ത മാന ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ നേരെ മറിച്ച് എനിക്കാസുമോ എല്ലാ കാര്യവും മുമ്പുള്ളതിന്റെ വ്യത്യാസം. ഉദാഹരണം പറഞ്ഞ മുമ്പല്ലേ ലൈറ്റിന്റെ ചിമണിങ്ങനെ മേലോട്ട് കത്തിയുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണം പറയും. ഇതുപോലെ തന്നെ അന്തപാടിൽ പോയി നോക്കിയാൽ കല്ല് അടഞ്ഞിട്ടുണ്ടാവുന്ന കുട്ടിങ്ങനെ മുമ്പ് അങ്ങനല്ല. കല്ല് കുട്ടിനെ തിരിച്ചെത്തി കല്ലരിച്ചു ഇങ്ങനെ. അപ്പൊ എല്ലാം എന്നെക്കാസുലും എല്ലാ കാര്യവും അറിഞ്ഞിട്ട് വരാം. അത് ഖിയാമത്ത് നാളിലേക്കുള്ള അലാമത്തിൽപ്പെട്ടതാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് അലാമത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഉദാഹരണം. നമ്മുടെ ഈ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടാകും, ഹൗദിൽ മീനുണ്ട്. കൊല്ലത്തിനൊക്കെ ഹൗദ് കാര്യമാക്കി ഇപ്പൊ അയച്ചൊരു വാട്ട് കാര്യം. അപ്പോൾ അതിൽ വലിയ മീനുണ്ടാവും, ചെറിയ മീനുണ്ടാവും. ചെറിയതൊരു കൊല്ലം പൂർത്തിയാവാത്ത മീനുണ്ടാവും, 3 കൊല്ലത്തിന് മീനുണ്ടാവും. അപ്പോൾ ഈ വലിയ മീന് പറയും ചെറിയ മീനോട്, ഇതാ ഒരു ഖിയാമത്താണ് എടുക്കാനുണ്ട്, റമദാൻ എടുത്താവും. മീനോട് ഖിയാമത്താണ് എടുക്കാനുണ്ട്. അപ്പൊ എന്താവും? ആദ്യം ഒന്ന് വെള്ളം ഇങ്ങനെയാണ്, പിന്നെയോ പിന്നെ അത് കരം, പിന്നെ ഒട്ടാകടി വേളായിട്ട് നമുക്ക് ശ്വാസം കിട്ടാണ്ട് ജനിച്ചു. ഇങ്ങനത്തെ അപ്പൊ ഞാൻ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളിൽ ഒരു യഖീന് ഉറപ്പും ഇല്ലാത്തത് പോലെ ഈ ചെറിയ മീന് പറയുന്നു എപ്പോഴുണ്ടാവും, എപ്പോഴോ പറയുന്നു എന്നല്ലാണ്ട് ഇതുവരെ കണ്ടി എത്തിയിട്ടില്ല. ഒക്കെ വെറുതെ ആയിരിക്കും. അത് വരുമ്പോഴെന്ന് സംഭവിക്കുന്നു. അങ്ങനെ ഷഅബാൻ മാസമാകുമ്പോൾ വെള്ളം വരെ കാര്യമാക്കാൻ തുടങ്ങും.
വെള്ളം ഇങ്ങനെ അനങ്ങുമ്പോക്കും ബെനിയമീൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തോന്നുന്നു. അതിലല്ല നാടായി ജപ്പാനിലുണ്ടായി പോയി വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. കുറച്ചങ്ങോട്ട് പോകും വെള്ളത്തെ കാര്യമെങ്കിൽ മീനിനെ പടപടച്ച്. അപ്പോഴാണ് അറിഞ്ഞത് ചെയ്യാമെന്നാണ് ഇങ്ങനെയാണ് എന്ന്. ഇങ്ങനെ ഒരവസ്ഥ വരാനുണ്ട്. അതിന് ഏറ്റവും നമ്മൾക്ക് ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത്, ഇന്ന് MG റോഡിലേക്ക് കൂടിയിട്ട് പോയാൽ സ്ത്രീകൾ ഡ്രസ് ഇടുന്ന ഈ ഡ്രസ്സിന് 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ MG റോഡിലേക്ക് വന്നതിന് പോകുന്നു ക്ലിയർ ആയിട്ട് ആ സ്ത്രീകൾക്കുള്ള മുഴുവനും അവസ്ഥകളെയും 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് ഈ ഖിയാമത്താണ് അടുക്കാനുണ്ട് എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ ആ ഖിയാമത്ത് അലാമത്തുകളിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള ഓരോരോ അവസ്ഥകളും ഞങ്ങൾ ഇപ്പോൾ കണ്ടുപോകുന്നത്. അപ്പൊ അത് വന്നതിന് ശേഷം ഖിയാമത്ത് അടുക്കുകയും ചെയ്യും. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത മറ്റ് മുഴുവൻ സാധനങ്ങളും. അപ്പോൾ ആ അലാമത്തുകൾ വരുന്ന അവസരത്തിൽ നമ്മളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ദീനിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവന് തീയിന്റെ മേലെ നിൽക്കും പോലെയായിരിക്കും. ചെരുപ്പിടാണ്ട് തീയിന്റെ മേലെ നിൽക്കുമ്പോൾ കേരളം പുള്ളിപ്പോവും. അതുപോലെ അങ്ങോട്ട് നോക്കുമ്പോൾ ഹറാം എന്ത് കാണുന്നു, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഹറാം എന്ത് കാണും, എവിടെ നോക്കുമ്പോൾ ഏത് സ്ഥലത്ത് നോക്കുമ്പോഴാണ്. ഞാൻ അവർക്ക് ഒരു സുള്ളിയൊക്കെ ഒരു ഹോട്ടലിൽ പോയി ചോറ് വയ്ക്കാൻ. അപ്പൊ ഈ ഹോട്ടലുകാരനുണ്ടല്ലേ മുതലാളി ഒരു വലിയ അയില പഠിക്കാൻ നല്ല നേരത്തെ ഒരു അയില വിഷത്തിലുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഈ പണിക്കാർക്ക് ഇങ്ങനെയാ ഭക്ഷണം കൊടുക്കുന്നത്. അതെ, എന്താ ഇല്ലെങ്കിൽ കട്ട് തിന്നുണ്ട്. എങ്ങനെ കക്കല് ഈ മീന് വെച്ചിട്ട് ആദ്യം എന്റെ വേക്കിന് മറമാണ് ചോറ് കൊണ്ട്. അത് ഹലാലോ ഹറാമോ നോക്കില്ല. ഇത് ഞാൻ ഇതിന് ചെറുപ്പക്കാർ കൂടുതലുള്ളത് കൊണ്ടിട്ട് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്ന നമ്മൾക്കുള്ള പള്ളന്റെ ഉള്ളിലേക്ക് പോകുന്ന സാധനം അത് മുഴുവനും ഹലാലാവാൻ വേണ്ടി നോക്കണം. കഴിയുന്നത് എത്രയൊക്കെ നമുക്ക് സാധിക്കും അത്രത്തോളം. ഒരു സാധനത്തിനും മറ്റവരാണ് ഹക്കിന് തിന്നാലോ നമ്മൾക്കുള്ള തൗബാൻ സ്വീകരിക്കില്ലല്ലോ. തൗബാൻ സ്വീകരിക്കുന്നതിൽ പെട്ടതാണ് മനുഷ്യൻ ആദമനിക്കുള്ള ആ ഹക്കിന് ഒഴിവാകുന്നത്. അത് അല്ലാഹുവിനുള്ള അധികാരത്തിൽപ്പെട്ടതല്ല, അത് അവന്റെ അധികാരം. എന്റെ 1000 ഉറുപ്പിക ഞാൻ എടുത്താൽ ആ 1000 ഉറുപ്പിക നിനക്ക് ഞാൻ മടക്കി തന്നെ എന്റെ ഹക്കാണത്. അത് അള്ളാന്റെ ഹക്കല്ല, അള്ളാഹ് തീർക്കേണ്ടതല്ലത്. മനസ്സിലായി? അപ്പൊ അങ്ങനെ നമ്മളെല്ലാ ചെറുപ്പക്കാരും എന്ത് ചെയ്യണം, കഴിയുന്നതും ഇങ്ങനെയുള്ള ഹക്കിടപാടിനകത്ത് സൂക്ഷിക്കും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് മടങ്ങണം. എല്ലാ തൗബ എന്ന് പറഞ്ഞാലൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ട്. റജഅ മടങ്ങി ഒരു വഴക്കത്തിലേക്ക് ചെയ്തുകൊണ്ടുള്ള മനുഷ്യൻ അതിൽ നിന്നിട്ട് വയലോട്ട് മടങ്ങുന്നതിന് തൗബ എന്ന് പറയുന്നു. ആ തൗബ ചെയ്തതിന് ശേഷം പിന്നെ അവന്റെ മുഖത്ത് കുറ്റുണ്ടാവും. കുറ്റം ഇല്ലാതെ കണ്ട് നിൽക്കാൻ വേണ്ടി നോക്കണം. കുറ്റം ചെയ്താലോ ഈമാൻ ഞങ്ങൾ ദൂരത്തായി പോകും. ഈമാൻ അവിടെ ഞാൻ എപ്പോഴും ദ്വാരക്കുന്നത് നിങ്ങൾ അർത്ഥറിയാതെ കൊണ്ട് ആമീൻ പറഞ്ഞതാന്ന് അവർക്കറിയാം. ഞാൻ തറാവീഹിൽ എപ്പോഴും ഇപ്പൊ ദ്വാരക്കാൻ തുടങ്ങിയത് നമ്മുടെ സമയം കഴിഞ്ഞോണ്ട് നമ്മൾക്ക് ഇവിടെ കുറച്ചു കാലം ജീവിച്ചിരിക്കുന്നത് നല്ലതാണെങ്കിൽ ഇസ്ലാമിലായിരിക്കും ജീവിക്കുന്നത്. ഇവിടുന്ന് പോവലാണ് ഹൈറാണെങ്കിൽ ഈമാനോട് കൂടെ ഏൽപ്പിക്കുന്ന അങ്ങനെ അറിയാം. അതുകൊണ്ട് എല്ലാം ഓരോരുത്തരും ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി ചെയ്യുന്ന ഓരോ അമലിക്ക് എത്രയോ പ്രതിഫലം അല്ലാഹു തരുന്നവനാണ് അല്ലാഹു. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു പറയാം. അതിന്റെ ചെറുപ്പക്കാരെ കൂടുതൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു. അമ്മാറത്തും ഇപ്പൊ മനുഷ്യനിക്ക് 7 സ്ഥാനങ്ങളുണ്ട് മനസ്സിന്. അമ്മാറത്തിൽ ലവാമത്തും റഹീമത്തും മുഹരിക്കത്തും അദീയത്തും റളിയത്തും 7 സ്ഥാനങ്ങൾ. അതിൽ നമ്മളിപ്പോ അവിടെ ചെറുപ്പക്കാരൻ അമ്മാറത്ത് അല്ലെങ്കിൽ അമ്മാറത്ത് ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, കൂടുതൽ കടക്കത്തരം ചെയ്യാൻ വേണ്ടി മനസ്സ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിലിരിക്കുമ്പോഴും കുറച്ച് ഖുർആൻ ഓതാൻ പറഞ്ഞു വേണ്ട ഹോട്ടലിലേക്ക് പോവാം.
പിന്നെ പോയി എക്കാട് ഇപ്പന്നെ പോകും മറ്റേ മുമ്പത് വരാനായി അപ്പൊ ഈ നഫ്സ് അല്ല കുറച്ച് നല്ല പറ്റില്ല ഇപ്പന്നെ പോകും പിന്നെ ആളൊന്നും പോയി ഹോട്ടലിലടുത്തുണ്ടാവും ആടാലൊന്നും ഫോണ് പുറകിൽ. അപ്പൊ ഈ ഒരു കൽപ്പന ആദ്യം കൽപ്പിച്ച കൽപ്പന കൊണ്ട് കുറെ പിടക്കത്തിന് മടക്കുണ്ടാവുന്നുണ്ടാവും ആ കാലം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ഓരോരുത്തരും ഇപ്പോൾ തന്നെ അള്ളാഹിനെ പേടിച്ച് ഒരു ഷാപ്പ് ഒരു ചെറുപ്പക്കാരൻ നാളെ പരലോകത്തിൽ നമ്മൾ പോയി എത്താനുണ്ടല്ലോ, അതിലാരും സംശയമില്ല. ഒരാൾ പറഞ്ഞു അള്ളാഹുവിന് തഖ്വ ചെയ്തവനിക്ക് 2 സ്വർഗ്ഗമുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞാൽ നോക്കി ഇറങ്ങുന്ന അവസ്ഥ. അങ്ങനെ ആയി നിന്നുകൊണ്ട് അത് ശരിയില്ല. അപ്പോൾ ആ പരലോകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാനുണ്ട്, അത് ആർക്കും സംശയിക്കാനില്ല. അതിന് ഉദാഹരണം പറയാനുള്ള സമയം. ആ പരലോകത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര പേരുണ്ടാവും. ഹജ്ജിന് പോയി ആൾക്ക് കാണാം. ഹജ്ജിന് എവിടെ തണൽ മരം കിട്ടുന്നു, എവിടെ ആരെങ്കിലും വാരി നിന്നിട്ടുണ്ടോ, വണ്ടി നിന്നിട്ടോ അതിൻ്റെ ഇടയിൽ നിൽക്കാൻ വേണ്ടി. ഇത് അറഫായത് മാത്രം. ഇത് അങ്ങനല്ലല്ലോ, ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് കൂടുന്ന ആ മനുഷ്യത്തിൽ ചൂടുണ്ടാവും. ആ ചൂടിൽ ചെറുപ്പക്കാരന് എന്ത് ചെയ്യാൻ സൗകര്യമുണ്ട്, സ്വന്തം ബിൽഡിംഗ് ഉണ്ട്, സ്വന്തം റൂമുണ്ട്, അടിമസ്ത്രീ പറഞ്ഞ ഇഷ്ടം പോലെ പെണ്ണുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള റബ്ബുലിസത്തിനിക്ക് വേണ്ടി തഖ്വയിലായിട്ട് ഇബാദത്തിലായിട്ട് വളരെ സൂക്ഷിച്ച് നടന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾക്കും പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രാസംഗികനായ മൻസൂർ ബിൻ അമ്മാർ, അല്ലെങ്കിൽ അമ്മാർ ബിൻ മൻസൂർ ബിൻ അമ്മാർ എന്നാണ് ചരിത്രത്തിൽ ഓർമ്മ ശരിയാണ്. ഇനി തെറ്റുപറ്റിയൊന്നും മുപ്പത്താറ്. അപ്പോൾ ഈ മൻസൂർ ബിൻ അമ്മാർ എന്ന് പറയുന്ന ആൾ ഒരു പള്ളിയിൽ ഒരു ഇമാമായിട്ടുണ്ട്. ഇപ്പൊ ഞാനുടെ പള്ളിയിൽ ഇമാമായിട്ടുണ്ട്. ഇമാമായിട്ടുണ്ടാവും ആൾക്കാരും വരും. കയ്യിൽ കൈ മുത്തും നീട്ടി കൊടുക്കും. മുത്തിയോ പറ്റൂല. എന്നെ മനസ്സിലായിട്ടുണ്ട്. എന്റെ മുത്താൻ പാടില്ല. ആ കയ്യിനെ മുത്താൻ വേണ്ടിട്ട് അങ്ങനെ ഈ മൻസൂർ ബിൻ അമ്മാർ എന്ന് പറയുന്ന ഈ ഉസ്താദുള്ള പള്ളിയിൽ ഒരാൾ ഏടെ നോക്കുമ്പോൾ അവനെ വിളിക്കും. ഉസ്താദ് നാട്ടുകാരൻ തന്നെ അങ്ങനത്തെ അത്ര നല്ല കുറെ ദിവസം കഴിഞ്ഞാളെ കാണുന്നില്ല. ഇയാളെ പറ്റി അന്വേഷിക്കുമാരെ പറഞ്ഞ് സുഖമില്ല. അപ്പൊ രോഗിനെ കാണാൻ വേണ്ടിട്ട് ഒരു സുന്നത്തുണ്ടാവും. നമ്മുടെ നാട്ടിലെ വലിയ പണക്കാരൊക്കെ സൂക്കടാനെങ്കിൽ മാത്രമാണ് നോക്കാൻ പോകുന്നത്. എന്നെ പോലത്തെ സാധുക്കൾക്ക് സൂക്കടാൻ നോക്കാൻ ആളുണ്ടാവും. അപ്പൊ ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം വിടുന്നില്ല. അവിടെ മനസ്സിലാക്കണം ഞാൻ പറയുന്ന ഓരോ അർത്ഥം. അങ്ങനെ രോഗിനെ കാണാൻ വേണ്ടി പോയി പോകുമ്പോൾ ഫാദർ അടച്ചിട്ട് വിളിച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചെറിയ കുട്ടി വന്ന് ഫാദർ തുറക്കും. അടുത്ത് പോയി സുഖമില്ല. എത്ര ദിവസമായി? ഞാൻ കുറെ ദിവസമായി സുഖമില്ല. ഇപ്പൊ സൂക്കട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ സൂക്കട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദിച്ചു. ഉണ്ടായിരുന്നു, ഭയങ്കര സൂക്കണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തിരുന്നു? ഡോക്ടറിനെ കാണിച്ചില്ല. ഞാൻ ഡോക്ടറിനെ കാണിച്ചില്ല. എന്താ നിൽക്കുന്ന മകളോട് ഞാൻ പറഞ്ഞ മുസാഫിനോട് കൊണ്ടാണ്. ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാവും. ഓർമ്മ ഓരോരോ പ്രവൃത്തി തലപ്പിലേക്ക് വിളക്കത്തിന് പെരുമ്പയിൽ ഓർമ്മിക്കണം. അപ്പൊ സമാധാനം. ആ മുസാഫ് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ ഇതിന്റെ ഖുർആനാണ്, നിന്റെ കലാമാണ്, ഞാൻ നിന്നോട് തൗബ ചെയ്ത് മടങ്ങുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള രോഗി കടക്കത്തിന് ഞാൻ ചെയ്യൂല എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം ഞാൻ തൗബ ചെയ്ത് മടങ്ങി. മുസാഫ് വെക്കുമ്പോൾ എന്റെ രോഗത്തിന് അള്ളാഹു ശിഫയാക്കുകയും ചെയ്യും. അത് ഖുർആനാണ്, അവന്റെ കലാമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാമത് ആ മുമ്പുള്ള അതേ പ്രവൃത്തി രണ്ടാമത് കടക്കത്തിൽ ഈ തൗബ ചെയ്തിട്ട് രണ്ടാമത് കടക്കത്തിൽ പറഞ്ഞു. രണ്ടാമത് എനിക്ക് രോഗം ഉണ്ടായി. അപ്പോഴും ഞാൻ ഇങ്ങനെ കൂടുതലാവുമ്പോൾ അള്ളാഹുവിനോട് മുസാഫിനോട് ഞാൻ ദ്വാരകളോടുകൂടെ എന്റെ രോഗത്തിന് അള്ളാഹു ശിഫയാക്കി. 3-ാം പ്രാവശ്യം ഞാൻ അതുപോലെ മടങ്ങി. എന്താവും സൂക്കട മടങ്ങി സുഖമായ ഉടനെ ആ മുമ്പുള്ള ആ സ്വഭാവത്തിലേക്ക് ഞാൻ പോകും. 4-ാമത്തെ പ്രാവശ്യമാണിത്.
ഞാൻ മുസാഫ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഖുർആൻ എന്നുള്ള ഒരു ഹർഫ് എനിക്ക് കാണുന്നില്ല. ഒരു ഹർഫ് മുസാഫിൽ എൻ്റെ കണ്ണിലേക്ക് കാണുന്നില്ല. ഇത് ചരിത്രം ഒരാൾക്ക്, ഒരു ചെറുപ്പക്കാരനിക്ക് സംഭവിച്ചതാണ്. അങ്ങനെ ഞാൻ ബേജാറായിട്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ശബ്ദം കേൾക്കുന്നത്. وترجع إلى الذنوب إذا مرضا إذا ما الضر مسك أنت باك وأصبت ما تكون إذا قويت تتوب من الذنوب إذا مرضا നിനക്ക് രോഗമുണ്ടാകുന്ന അവസരത്തിലൊക്കെയും നീ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. എന്ത് രോഗം ഉണ്ടാകുമ്പോൾ അങ്ങനെ രോഗത്തിൽ നിന്ന് മാറിയാലാവും. ആ രോഗത്തിൽ നിന്ന് നീ ശിഫയായാൽ ആദ്യം എന്ത് പ്രവൃത്തിയാണ് നീ അതിലേക്ക് നീ എന്താ പറയുന്നത്? മനസ്സിലായി? ഞാൻ ചരിത്രം പറഞ്ഞ സമയം കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടിട്ട് ഇയാൾക്ക് മുസാഫിന്റെ ഒരു ഹർഫിനെ കാണുന്നില്ല. ആ അവസരത്തിൽ ഇയാൾ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ചെല്ലാൻ പറ്റുന്നില്ല. അദ്ദേഹം പള്ളിയിലേക്ക് മടങ്ങിപ്പോയി. കുറച്ച് സമയം കഴിയുമ്പോൾ അയാൾ മരിച്ചുപോയി. ഇത് നമ്മൾ ഒരു ചരിത്രത്തിലെ ചെറുപ്പക്കാർ ഓർമ്മ വെക്കണം. നമ്മളിത് തെറ്റ് വന്നു പോകുന്നുണ്ട്, മാസൂമികളൊന്നുമല്ല. എന്നാലും ആ വരുന്നതിനെ വളരെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് ഒരു കുറ്റം വരുന്ന അപ്പൊ തന്നെ ഒരു വിളക്കത്തിന് അപ്പണം ഒരു സുബ്ഹാനല്ലാഹ് ഒരുത്തൻ പറഞ്ഞാൽ അപ്പൊ തന്നെ എഴുതും അള്ളാഹുവിന്റെ മലക്കുകൾ. ഒരുത്തന്റെ വിളക്ക് ഒരു വാക്ക് പറഞ്ഞു, ഒരുത്തൻ ചീത്ത പറഞ്ഞിട്ട്, എന്നാൽ പെട്ടെന്ന് എഴുതൂല. ഇവന്റെ പക്കൽ നല്ലത് വരുന്നുണ്ടോ എന്ന് അത്തരത്തോളം അള്ളാഹു റഹീമാണ്, റഹ്മാനും റഹീമാണ്. അപ്പൊ വിളക്കത്തരം വരുന്നതിന് ഇങ്ങനെ കാത്തിരുന്ന് എഴുതാണ്ടിരിക്കും. അതുകൊണ്ടിട്ട് ഒരു തെറ്റ് നമ്മളൊക്കുന്ന വരുമ്പോൾ അപ്പൊ തന്നെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ദിവസത്തിന് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ വരുന്നു. അതുകൊണ്ട് റസൂൽ 100 പ്രാവശ്യം തെറ്റ് ചെയ്ത് നിന്നുള്ള വേനല്ല നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ രാത്രി മുഴുവനും കഴിയുന്നവർ സാധിക്കുന്നവർ നല്ലോണം പള്ളിയിൽ തന്നെ സാധിക്കുന്നു. അല്ലാത്ത മറ്റുണ്ടായ മഖ്ബറകളിലേക്കൊന്നും ഇപ്പോൾ ഇന്നത്തെ രാത്രി ഒരു സമയം പോകുന്നതിലാക്കാൻ പാടില്ല. പള്ളിയിലൊക്കെ നിന്നിട്ട് എതികാപ്പിൽ നിന്ന് ദിക്റും തസ്ബീഹും ഖുർആനും ചെല്ലാൻ സാധിക്കുന്ന അത്തരത്തോളം നമ്മൾ പള്ളി തന്നെ ഇല്ലെങ്കിൽ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു യാസീൻ ഓതി കൊണ്ടിട്ട് ഇവിടുന്ന് വേറെ ഇനിയും ഞങ്ങൾക്ക് ഇതുവരെ ഒരുമിച്ച് കൂടാനുള്ള ദൗത്യം ആവശ്യം വരട്ടെ. എല്ലാവരും ഉള്ളിലെ വന്നിട്ട് فاتحة بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.